വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെഡ് വെൽവെറ്റ് കേക്കാണ്. അത് പാർട്ട് 2ലാണ്. പാർട്ട് 1ൽ ഇതിൻ്റെ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, റെഡ് വെൽവെറ്റിൻ്റെ. അതൊന്ന് എല്ലാവരും നോക്കിയിട്ട് വരണേ. അതിനുശേഷമാണ് റെഡ് വെൽവെറ്റ് സ്പഞ്ച് കേക്ക് നമ്മൾ ഐസിങ് ചെയ്ത് ഒരു കേക്കാക്കി മാറ്റിയെടുക്കുന്നത്, ക്രീം കേക്കായിട്ട് മാറ്റിയെടുക്കുന്നത്. അതിന് 1/2 kg ആണ്. 1/2 kg സ്പഞ്ച് കേക്ക് നമ്മൾ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. പൊതുവേ എല്ലാം 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ആ 3 ലെയറിൽ ഓരോ ക്രീമും അതിൻ്റെ ഫില്ലിങ്സും ഒക്കെ വരുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് വരുന്നത്. അങ്ങനെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ്. പിന്നെ അതിന് മുമ്പ് നമ്മൾ കുറച്ച് കേക്ക് കുറച്ച് പീസ് അതിൽ നിന്ന് മുറിച്ചെടുക്കണം കേട്ടോ. അതെന്തിനാണെന്നറിയാമോ? നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ടാണ്. ഈ റെഡ് വെൽവെറ്റിന് പൊതുവേ ഒരു ഡിസൈനുണ്ട്. ഈ ക്രംസ് എല്ലാം കൂടെ ഇട്ട് മുകളിലൊരു ഇടുന്നത്, അത് കാണിക്കുന്നുണ്ട് ഞാൻ. അത് മാറ്റി വെക്കുക. അത് മറക്കരുത് കേട്ടോ. അത് ചെയ്യുമ്പോൾ കുറച്ച് കേക്ക് പീസ് മാറ്റി വെക്കണം, എങ്കിലേ ആ റെഡ് വെൽവെറ്റ് പൂർത്തീകരിക്കത്തുള്ളൂ, ആ ഡിസൈന്. അതിൻ്റെ ആ രീതി അതാണ്. പിന്നെ നമ്മൾ ക്രീം 1/2 kg അല്ലേ, അപ്പം ഹാഫ് കപ്പ് വിപ്പിംഗ് ക്രീമും പിന്നെ ഒരു 1/4 കപ്പും കൂടെ ഒരു എക്സ്ട്രാ എടുത്തോണം. നമ്മൾക്ക് എന്തെങ്കിലും ഡിസൈനോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, നോസിൽ വർക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യാൻ പോകണ്ടല്ലോ. പിന്നെ ഫസ്റ്റ് ലെയർ വെച്ചു, പിന്നെ ക്രീം സ്പ്രെഡ് ചെയ്തു, പിന്നെ മിൽക്ക് മെയ്ഡ് ഇട്ടു. അതെല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്യണം. അതായത് എല്ലാ ഭാഗത്തും കേക്കിലും ഉണ്ടായിരിക്കണം. നമ്മൾ ഓരോ പീസ് മുറിക്കുമ്പോഴും ആ ഓരോ പീസിലും നമ്മൾ ചെയ്തിരിക്കുന്ന ഫില്ലിങ്സ് കിട്ടണം. പിന്നെ അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. വൈറ്റ് ചോക്ലേറ്റാണ് നമ്മൾ റെഡ് വെൽവെറ്റിന് സാധാരണ ഫില്ലിങ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതും അതിനകത്തോട്ട് എല്ലായിടവും സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റാണ്, ചോക്ലേറ്റ് അല്ലേ. ചോക്ലേറ്റും മിൽക്ക് മെയ്ഡും ആ ക്രീമും എല്ലാം, ആ ഒരു കേക്കും എല്ലാം കൂടെ ചേരുമ്പം നല്ല സൂപ്പറാണ്. നമ്മൾ വായിലിട്ട് അങ്ങ് അലിഞ്ഞു പോവും. അതുപോലെ ആ ഷുഗർ സിറപ്പും കൂടെ ഒഴിക്കുമ്പോഴേ അങ്ങ് അലിഞ്ഞു പോവാം വായിക്കകത്തോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക്. അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ വീണ്ടും സെക്കൻഡ് ലെയർ വെച്ചു. പിന്നെ ക്രീം സ്പ്രെഡ് ചെയ്തു. പിന്നെ മിൽക്ക് മെയ്ഡ്, ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത്, എല്ലാം അതേപോലെയുള്ള പ്രോസസ്സിലൂടെ എല്ലാം നമ്മൾ ചെയ്യുക. മിൽക്ക് മെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ മിൽക്ക് മെയ്ഡ്? നല്ല ടേസ്റ്റാണ്. എന്തോ ഒരു ടേസ്റ്റാണ്. ആ മിൽക്ക് മെയ്ഡും ആ ചോക്ലേറ്റും ക്രീമും കേക്കും എല്ലാം കൂടെ ഒരുമിച്ച് വന്ന് കഴിച്ച് നോക്കിയേ, എന്ത് ജ്യൂസി. ആ ഷുഗർ സിറപ്പും കൂടെ ഒഴിക്കുമ്പോൾ ജ്യൂസി ആയിട്ടാണ്, നല്ല ടേസ്റ്റാണ്. അതെല്ലായിടവും സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ എല്ലായിടും സ്പ്രെഡ് ചെയ്യണം. അതിനുശേഷം വീണ്ടും നമുക്ക് ഒരു ലെയറും കൂടെ ഉണ്ടല്ലോ, ആ ലെയർ വെക്കണം, തേർഡ് ലെയർ. അതെല്ലായിടും, അത് 1/2 kg അല്ലേ, അത് പതുക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചോക്ലേറ്റ് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറച്ച് പാർട്ടല്ലേ ഉള്ളൂ ഫ്ലാറ്റായിട്ട്. അപ്പോൾ നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ പതുക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എല്ലാം കൂടെ താഴോട്ട് പോകും. പിന്നെ ലാസ്റ്റ് ഒരു ശകലം ക്രീം മുകളിൽ തേർഡ് ലെയറിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഒരു 10 minutes, അല്ലെങ്കിൽ ഞാൻ 5 minutes ഒക്കെ ഒന്ന് വെക്കും, ഒന്ന് തണുപ്പിക്കും. എന്നിട്ട് വേണം ഫൈനലായിട്ട് ക്രീം തേക്കേണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു 10 minute ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ആ ക്രംസ് ഒന്നും വെളിയിലോട്ട് വരത്തില്ല. നമ്മൾ മെയിൻ ക്രീം ടോപ്പിൽ നമ്മൾ ചെയ്യുമ്പം അതിൻ്റെ ആ കേക്കിൻ്റെ ക്രംസ് ഒന്നും ആ ക്രീമുമായിട്ട് മിക്സ് ആകത്തില്ല. അത് മിക്സ് ആയ ഒരു ഭംഗിക്കുറവല്ലേ ഈ ഒരു റെഡ് ക്രംസ് എല്ലാം വീഴുമ്പം. അങ്ങനെ തേർഡ് ലെയറും ഫിനിഷ് ചെയ്ത്, ടോപ്പാണ് ഞാൻ ആദ്യം സ്പ്രെഡ് ചെയ്ത് നല്ല ഷേപ്പിലെത്തിക്കുന്നത്. അതിനുശേഷം സൈഡെല്ലാം ക്രീം കൊണ്ട് കവർ ചെയ്യുക.
ഈ ടോപ്പ് നല്ലതുപോലെ ലെവൽ ചെയ്തതിന് ശേഷം സൈഡ് ലെവൽ ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്കൊരു ഉദ്ദേശം കിട്ടത്തുള്ളൂ, അതിൻ്റെ ഒരു ഷേപ്പ്. പിന്നെ അത് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രാപ്പർ ഉപയോഗിച്ച് ഒന്ന് ഒന്ന് ചുറ്റിച്ച് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുമ്പം നല്ല സ്മൂത്തായിട്ട് വരും. പിന്നെ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ പൊന്തി പൊന്തി നിൽക്കുന്നത് കണ്ടോ, അതെല്ലാം ഒന്ന് ആ ഒരു സ്പാച്ചില ഉപയോഗിച്ച് അതൊന്ന് ലെവൽ ചെയ്യണം. പിന്നെ ഈ ഒരു ഡിസൈനുള്ളൊരു സ്ക്രാപ്പറുണ്ട്, ആ സ്ക്രാപ്പർ ഉപയോഗിച്ച് ഒന്ന് റൗണ്ട് ചെയ്യുമ്പം ആ ഒരു വര പോലെ ചുറ്റിനും വരും. അതും ഒരു ഡിസൈൻ. പിന്നെ ഇനിയാണ് നമ്മുടെ മെയിൻ ഡിസൈൻ, നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ ഡിസൈനാണ്. ഇതില്ലാത്ത ഒരു ഡിസൈൻ ഇല്ല നമുക്ക് റെഡ് വെൽവെറ്റിന്. ഈ ഒരു ഡിസൈൻ കഴിഞ്ഞേ ഉള്ളു റെഡ് വെൽവെറ്റിന്. അത് നമ്മൾ മാറ്റി വെച്ചായിരുന്നല്ലോ കുറച്ച് പീസ് കേക്ക്. ആ കേക്ക് നമ്മളൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ മിക്സിക്കകത്തൊന്ന് ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് അരിപ്പയിലൂടെ ഒന്നിട്ട് അതൊരു പാത്രം നടുക്ക് വെക്കണം കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ആ ഭാഗത്ത് ഈ ക്രംസ് ഒന്നും വരത്തില്ല, ബാക്കി ചുറ്റും വരും കണ്ടോ. ചുറ്റും വരുമ്പോൾ ആ നടുക്ക് ഭാഗം മാത്രം നമ്മുടെ ആ ക്രീം മാത്രമായിട്ട് നിൽക്കും ആ ഒരു വട്ടത്തിൽ. അതിന് വേണ്ടിയാണ് പാത്രം വെക്കുന്നത്. പിന്നെ ആ സൈഡിലൊക്കെ ഇങ്ങനെ ചെതറി ഇങ്ങനെ ചെറിയ ചെറിയ ക്രംസ് ഇങ്ങനെ വരും, അതാ ഭംഗി. ആ വൈറ്റിനകത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്രംസ് കിടക്കുന്നത് കണ്ടോ, അത് കാണാനല്ലേ ഭംഗി. എനിക്കങ്ങനെയാണ് ഇഷ്ടം കേട്ടോ, നിങ്ങൾക്കൊക്കെയോ? പിന്നെ ആ സൈഡിലെ ഏറ്റവും താഴെ ഭാഗത്തുള്ള ക്രംസ് എല്ലാം കൂടെ നമ്മൾ ആ ഒരു സ്പാച്ചില ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പിടിപ്പിച്ച് ചെയ്യണം. അപ്പോൾ ഒരു ലൈൻ പോലെ വരും സൈഡിൽ ചുറ്റിനും. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർഡർ ചെയ്തവർ ഹാപ്പി ബർത്ത്ഡേ മിനൂസി എന്നെഴുതണമെന്ന് പറഞ്ഞിരുന്നു. ഹാപ്പി ബർത്ത്ഡേ മിനൂസി. അങ്ങനെ ഞാനത് പൈപ്പിംഗ് ബാഗിനകത്തോട്ട് ആ ഒരു ക്രീം റെഡ് ക്രീം മിനൂസി എന്ന് ഞാൻ എഴുതുകയാണ്. അത് ചെറിയ ഒരു പ്ലാറ്റ്ഫോം അല്ലേ ഉള്ളൂ, മുകൾ ഭാഗം ടോപ്പ്, അതിലിതെല്ലാം വരണ്ടേ, ഒരു ഡിസൈനും പേരും. അവർ ചുറ്റിനും ആ ഒരു ഡിസൈൻ കൊടുത്തതുണ്ടോ വൈറ്റ് കൊണ്ട്, അതൊരു നോസിൽ ഉപയോഗിച്ചാണ് ചെയ്തത്. ആ ഒരു ഇതിൽ ഇത്രയും ഐറ്റം നമ്മൾ എഴുതണ്ടേ, അപ്പം അതനുസരിച്ച് ക്ഷമയോടെ പതുക്കെ വേണം എഴുതേണ്ടത്. പിന്നെ നമുക്കതെടുത്ത് മായ്ക്കാനും പറ്റത്തില്ല. അതാണ്, നമ്മൾ പെൻസിലും കൊണ്ട് എഴുതുമ്പോൾ നമുക്ക് റബ്ബർ കൊണ്ട് തൂത്ത് കളയാമെന്ന് വെക്കാം. ഇതൊക്കെയാണെങ്കിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ അതെടുക്കുമ്പോൾ അത് കുളമാവും. പിന്നെ ആ ഒരു റെഡും അതെല്ലാം വൈറ്റിൽ പിടിച്ചിരിക്കും. അത് തന്നെ ശ്രദ്ധിച്ചെഴുതണം. പിന്നെ ചുറ്റും ആ ഒരു ബോർഡറിനകത്ത് ഒരു റെഡ് ക്രീം ചുറ്റും ഒരു പൊട്ട് പോലെ ഡോട്ടായിട്ട് കൊടുക്കും, അതൊരു കാണാൻ ഒരു ഭംഗിയല്ലേ കണ്ടോ. ഇതാണ് നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ മിനൂസി. താങ്ക്സ് ഫോർ ഓർഡർ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഒരു ഡിസൈൻ? ഈ റെഡ് വെൽവെറ്റിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ് ജനറലി. ഇങ്ങനെ ആ ക്രംസ് അത് മുകളിൽ ടോപ്പിൽ ഇങ്ങനെ ഇടുക, ഇങ്ങനെ അരിപ്പയിലൂടെ ഇങ്ങനെ അരിച്ചരിച്ച് ഇടുക. അതാണ് റെഡ് വെൽവെറ്റ്. അതായത് ഒരു വെൽവെറ്റ്